ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം യുവർ ഷമാസ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സും കൂടിയും ഒരു BR റാങ്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാനുണ്ട്, ആൽട്രിച്ച് പ്രോ ഉണ്ട്, പിന്നെ നമ്മളെ ഹാരി ഉണ്ട് ഗൈസ്, ഹരി പ്രോ ഉണ്ട്, പിന്നെ AJ ഉണ്ട്. നമ്മൾ സോളറയിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഒരുമിച്ച് കളിക്കാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താവോ പഠിച്ചവനക്കറിയാം. നേരത്തെ കുറേ കളി കഴിക്കാണ്ട് കുറേ മൈനസ് ഇട്ടിരുന്നുണ്ട്. ഈ കളി എല്ലാവർക്കും ഒരുമിച്ച് കളിച്ചുകൊണ്ട് കുറച്ച് കില്ലൊക്കെ വാരിക്കാണ്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കഴിവതും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ പോകില്ല. അതുകൊണ്ട് അതെനിക്കൊരു വലിയ സപ്പോർട്ടായി തരാം. പിന്നെ നമ്മളെ ഫ്ലാഗ് ഞാൻ അരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അരി ബ്രോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓനെ എവിടെ കൊണ്ടുപോയി ഇറക്കുന്നതാണ് തോന്നണേ. ഞാൻ പറഞ്ഞു ഓന് ആദ്യം TV ടവർ കൊണ്ടുപോയി ഇറക്കാൻ നിന്നു. ഞാൻ പറഞ്ഞു TV ടവർ വേണ്ട, TV ടവറിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് ചാവും എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ കൊണ്ടുപോയി ഇറങ്ങുകയാണേ. പിന്നെ ആർച്ച് വേരാണെന്ന് ഞാൻ കരുതിയത്. പിന്നെ ബൂം ടൗണിലാണ്. പിന്നെ അവസാനം മനസ്സിലായത് ബൂം ടൗണിലാണ് ഇറങ്ങണതെന്ന്. അവസാനം ബൂം ടൗണിൽ ഇറങ്ങിയാണ്ട് ഇവിടെയാണ് ഫുൾ എനിമീസ് ഇറങ്ങുന്നുണ്ട്. സാധാരണ അവിടെ എല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ കുറേ ആൾക്കാർ അൺഫോളോ ഒക്കെ അടിച്ച് പോകുന്നുണ്ട്. ഏതൊരുത്ത് അൺഫോളോ അടിച്ചിട്ടുണ്ട്. ഇനി മെല്ലെ പോയി ഗണ്ണൊക്കെ എടുത്തിട്ട് 2-3 കില്ലൊക്കെ തൂത്ത് വരാം. അവിടുത്തെ കില്ലൊക്കെ ഞാൻ ടോംസൻ്റെ അടുത്ത് കണ്ടു കഴിയും. അപ്പോത്തിന് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർമെൻ്റ് എടുത്തു. ഇവിടെ എവിടെയും ഗണ്ണും കാണുന്നില്ല. ഞാനാണെങ്കിൽ കണ്ണും കിട്ടാൻ മൂഞ്ചി ഓടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു A94 ഉണ്ട്. A94 എടുത്തു. പിന്നെ ഒരു വുഡ് പക്കറും ഫുള്ള് റിഫീലേഴ്സ് ഗൈസ്. പിന്നെ പോയി കണ്ട് A94 പകരം ഇവിടെ ഒരു P90 കണ്ടു. ആ P90 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിനിയം 8 ഉണ്ടായിരുന്നു, അതും എടുത്ത്. പിന്നെ ഇവിടെ 2 സൂപ്പർമെൻ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ നല്ല രീതിയിൽ സൂപ്പർമെൻ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അടിക്ക് ചാടി നമ്മളെ ചെക്കൻ ആരോ അടിച്ചിട്ടുണ്ടാണ്. അവൻ്റെ അടുത്ത് മെഡില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് 2-3 കില്ല് എനിമീസ് ഇങ്ങനെ അടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ടില്ല, അവിടെ നിന്നൊക്കെ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി അവന്മാരെ തീർക്കാറുണ്ട്. ഞാനാണെങ്കിൽ വുഡ്പക്കറാണല്ലോ ഉള്ളത്. നല്ല രീതിയിൽ കുത്തി പിടിക്കാൻ നോക്കുന്നുണ്ട്. പോയിട്ട് ഗൈസ് കഴിയുന്നില്ല. അവന്മാരാണെങ്കിൽ ഗ്ലൂ വാളിട്ട് കവറിട്ട് നിൽക്കുകയാണ്. അവന്മാരൊരു സ്കോഡാ തോന്നുന്നുണ്ട്. ഞാൻ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ ഞാനൊരു 58 കൊടുത്ത് ഗ്ലൂ വാൾ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചാടി തന്നെ. പിന്നെ ഒരു 45 കൊടുത്തപ്പോൾ തന്നെ നമ്മളെ ഏതോ ഒരു ഹരി ബ്രോ ആ കില്ലാണ്ട് കുമ്മിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾ ഒരാൾക്കുള്ള സ്പേസും കൂടി ഉണ്ട് നമ്മുടെ ഗിൽഡിൽ. നിങ്ങൾ വേഗം കയറുക. ഒരാൾക്കുള്ള സ്പേസും കൂടി ഉണ്ട്, വേഗം കയറുക. പിന്നെ എനിക്ക് നല്ല ലൂട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ എന്ത് ലൂട്ട് ഉണ്ടാവും വിചാരിച്ച് ഞാൻ അവിടെ നിന്നാണ്ട് ലൂട്ട് എടുക്കണേ. വണ്ടിയിലാണെങ്കിൽ പിച്ചച്ചട്ടി കൈയിട്ട് വരണ ആരാണ് കാര്യമായിട്ടൊന്നുമില്ല, ആകെ ബുള്ളറ്റേ ഉള്ളൂ. പിന്നെ ഡ്രോൺ ഇട്ടൊക്കെ ഇവിടെ മുഴുവൻ എനിമീസാണ്. അപ്പോൾ തന്നെ നമ്മളെ അരീബ്ര നോക്കായിട്ട് ഞാൻ മെല്ലെ ഗ്ലൂ ആൾട്ട് പോയിക്കാണ്ട് പൊക്കായിരുതി. ഞാൻ മെല്ലെ പോയിക്കാണ്ട് പൊക്കിയിട്ടുണ്ട്, ചക്കനെ പൊക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്പോൾ തന്നെ അവിടെ ആ ഗ്ലൂ വാളിൻ്റെ ബാക്കിൽ എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ റൈറ്റിൽ കൂടെ റഷ് അടിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ റൈറ്റിൽ കൂടെ പോവുകയാണ്. അപ്പോൾ തന്നെ 56, 60, 58 കുത്തി പിടിച്ച് നല്ല ഡാം എടുത്താൽ ലൂട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ തന്നെ ചെക്കന്മാർ നെയ്ഡൊക്കെ എടുത്തിട്ടുണ്ട്. ഓനാണെങ്കിൽ കാണുന്നില്ല. അപ്പോൾ തന്നെ അവൻ്റെ തല പൊട്ടി സോണി ആകുന്നുണ്ട്. അപ്പോൾ തന്നെ അരീബ്രോ അടിച്ചിട്ടിട്ടുണ്ട്. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് അവൻ തന്നെയാണോന്ന്. പിന്നെ അവന്മാർ പറഞ്ഞു അത് അവൻ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മെല്ലെ പോയിട്ട് ലൂട്ട് എടുത്ത് വിചാരിച്ചു. അവിടെ കണ്ട സൂപ്പർമെൻറ്റും മെഡൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ MP40 ആണ് തീരെ ഇഷ്ടമില്ല. വിചാരിക്കണ്ട അയച്ചിട്ടുണ്ട് ഗൈസ്. MP40 ചിപ്പും കൂടി വന്ന് ആകെ മൂഞ്ചും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ MP40 അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് MP40 ഇഷ്ടം ഇപ്പോൾ P90 ഒക്കെയാണ്. നിങ്ങളെ ഫേവറേറ്റ് ഗണ്ണ് ഏതാണ്ട് കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ കുറേ ആൾക്കാർ ഫ്രണ്ടാക്കാൻ വിളിച്ച് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഞാൻ UID കമൻറ്റ് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ഇടുക. ഞാൻ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഇതാകുമല്ലോ, അതിനനുസരിച്ച് നിങ്ങളെ കയറ്റും. ഗിൽഡ് കയറിയന്മാരെന്തായാലും ഫ്രണ്ടാക്കുന്നതാണ്. ഗിൽഡ് കയറിയാൽ ഫ്രണ്ടാക്കുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ഗ്ലോറി എടുക്കുന്ന പ്ലേയേഴ്സ് ആകണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കണ്ട് ഇന്ന് തന്നെ 500 ഗ്ലോറി മതിയോണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ ഗ്ലോറി എടുത്തിട്ട് എന്നോട് എന്ന് പറഞ്ഞിട്ട് 500 ഗ്ലോറി എടുത്തിട്ടുണ്ട് ബ്രോ എന്ന് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല, മാക്സിമം 500 ഗ്ലോറി എടുക്കണം എന്നാണ്. നിങ്ങൾ എപ്പോഴും 500-ന് മേലെ നിങ്ങൾക്ക് എടുക്കാം. 500 മാത്രം എടുക്കാനല്ല പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ആൾക്കാർ ചിലപ്പോൾ ഒരു ദിവസം ആക്റ്റീവായി പിന്നെ ഒരു ദിവസം ആക്റ്റീവ് ആവാതായിരിക്കൂലേ, അവന്മാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം 500 ഗ്ലോറിയെല്ലാം എടുക്കണം. ഇല്ലെങ്കിൽ കിക്ക് അടിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആക്റ്റീവ് ആയിരിക്കണം. ഒരു ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കും. 500 ഗ്ലോറി എടുത്താലും ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കും. എന്നിട്ടും ആക്റ്റീവ് ആവണില്ലെങ്കിൽ നമ്മൾ കിക്ക് അടിക്കുന്നതാണ്. ഒരാഴ്ചയാണ് മാക്സിമം വെയിറ്റ് ചെയ്യണത്. അപ്പോൾ തന്നെ നമ്മളെ ചെക്കൻ വീണിട്ടുണ്ട്. ഞാൻ മെല്ലെ പോയി പൊക്കായി നമ്മളെ AJ ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടെ എടുത്ത കൊണ്ടൊക്കെ കുത്തി പിടിക്കണേ. ഞാൻ ഇതുകൊണ്ട് P90 നല്ല ഡാം എടുത്തു. അപ്പോൾ തന്നെ നമ്മളെ ആൽട്രിച്ച് ബ്രോ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മറ്റവനാണെങ്കിൽ മറ്റേ സൂചിച്ച് പൊക്കി. ഞാനാണെങ്കിൽ P90 കുത്തി പിടിച്ച് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഏതൊരുത്ത് നമ്മളെ വന്ന് അടിച്ചിട്ടുണ്ട്.
രണ്ടരയോളം നോക്കിയിട്ടുണ്ട് ഓനാണെങ്കിൽ ഏതോ ന്യൂബാണ്. ടോംസനോട് കുത്തി പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. അരീബ്രോ അപ്പോഴത്തേന് റഷ് ചെയ്ത് പോകാൻ അരീബ്രോ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ മിക്കവാറും നല്ല മൈനസ് കിട്ടുമെന്ന് എനിക്ക് ഓൾറെഡി തോന്നി. ഞങ്ങളപ്പോഴത്തേന് പറയണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ നല്ല രീതിയിൽ മൈനസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് അരീബ്രോ സാൻഡിന് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റവനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓനാണെങ്കിൽ അപ്പോഴത്തേന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഓനാദ്യം തീർക്കാമെന്നായിരുന്നു പ്ലാന്. പിന്നെ ആദ്യം പൊക്കിച്ച് തീർക്കാൻ വിചാരിച്ചു. ഓൻ്റെ ടീംമേറ്റ്സും ഡൗൺ ആയിട്ടുണ്ട്. നേരത്തെ പൊങ്ങിയ സൂചി വെച്ച് പൊങ്ങാൻ ശ്രമിച്ചവനുണ്ടല്ലോ, അവൻ്റെ ടീംമേറ്റ്സ് ആയിരുന്നു. പിന്നെ അപ്പോഴത്തേന് അരീബ്രോ അടിക്കാൻ നോക്കി ഒരു 53 കൊടുത്തു. അപ്പോഴത്തേനും ഓടിയിട്ടുണ്ട്. അരീബ്രോ എന്തായാലും നമ്മളെ പൊക്കിയിട്ടുണ്ട്. നമ്മളെ 3 പൊക്കിയിട്ടുണ്ട്. ഞാനും അവിടെ തന്നെ ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെ ഡ്രോപ്പ് അത് കരുതിക്കാണ്ട് ഞാൻ വല്ല ഡ്രോപ്പിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മെല്ലെ ഇറങ്ങി വെക്കുക. പിന്നെ ഒരു കാര്യം ഒന്നും കൂടി പറയണേ, നമ്മൾ വാഗിങ്ങിൽ ജോയിൻ ചെയ്യുക. ഇറങ്ങിയിട്ട് ആ ഡ്രോപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഗ്രോസ് കൊണ്ട് കാര്യമില്ല. അപ്പോൾ തന്നെ മേലെ എനിമി ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ മേലെ എനിമി ഉള്ളത്. ഞാൻ പിന്നെ ആദ്യം ലൂട്ട് എടുത്തിട്ട് ബാക്കി നോക്കാൻ വിചാരിച്ചു. പിന്നെ അയാളുടെ മറ്റേ സാധനം കൊടുത്തു. കാരണം ഏക്കെ കിട്ടിയത് രണ്ടും ഒരേപോലെ ഏകദേശം ഒരേ യൂസിന് ഉപയോഗിക്കുന്ന ഗൺസാണ്. ഇതെടുത്ത് നോക്കിയപ്പോൾ അതിലും കുത്തിപ്പിടിയില്ല. ആകെ ലെവൽ 2 ബാഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടുതൽ UMP ആരും എടുത്തുകൊണ്ട് തോന്നുന്നുണ്ട്. ഇതിൽ നോക്കി ഇവിടെ ഇല്ല. സ്ലൈഡിൻ്റെ ഈ സൈഡിലൊക്കെ നോക്കി ഇവിടെ ഒന്ന് ഗണ്ണില്ല. കുത്തിപ്പിടിത്തോക്കളൊന്നുമില്ല. P90 പോലുള്ള ഗൺസൊന്നും ഇവിടെ എവിടെയും കാണുന്നില്ല. ഇവിടെയാണെങ്കിൽ ഓൾറെഡി എനിമി വന്നാണ്ട് ഇതെടുത്ത് പോയി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ടീംമേറ്റ്സ് നോക്കായിട്ടുണ്ട്. നമ്മൾ ഏജയും അരി നോക്കാച്ചു. എൻ്റെ അടുത്താണെങ്കിൽ 600 കോയിൻ എങ്ങാനും ഉണ്ട്. 600-800 കോയിൻ എങ്ങാനും ഉണ്ട്. അപ്പോൾ അവിടെ കില്ലെടുക്കണതൊക്കെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ കളിക്കണ ലോബിന് ഹീറോയ്ക്ക് ലോബിയാണ്. പോയിക്കൊണ്ട് ആദ്യം ഓലെ പൊക്കാൻ വിചാരിച്ചു. ഞാൻ മെല്ലെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മാഗ് ഉണ്ട്. മാഗ് എടുത്തു. പിന്നെ VSS കണ്ടു. പക്ഷേ എടുക്കണം എന്നുണ്ടായിരുന്നു. മുമ്പ് മാക്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രോസയും മാക്ടുണ്ട് കയ്യിൽ. ഇനി മെല്ലെ പോയി ചെക്കന്മാരെ പൊക്കി കൊടുക്കുക. ആദ്യം തന്നെ മെല്ലെ കയറി പോയിട്ട് ചെക്കന്മാരെ പൊക്കിയിട്ട് ഇനി ബാക്കി മതി. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും പടയാൽ പിന്നെ നല്ല രീതിയിൽ മൈനസ് കിട്ടും. മൈനസ് ആയിസ് വലിയ പ്രോബ്ലം. ഇപ്പോൾ റാങ്ക് വിഷയമാണ്. എന്താണേലും അപ്പോഴത്തേന് ഞാൻ മെല്ലെ പോയി കാണാൻ അവന്മാരെ പൊക്കാൻ കരുതി. അപ്പോഴത്തേനും അവൻ പൊക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ സൂപ്പർ റിവൈവൽ ചെയ്യാൻ കരുതി. ഞാൻ ആദ്യം തന്നെ ഒരു 500 കോയിൻ അവനക്ക് ഇട്ടെടുക്കാൻ കരുതി. അവനക്ക് കോയിൻ ഇട്ടപ്പോഴത്തേനും എനിക്ക് കോയിൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആളും പൊക്കി. എൻ്റെ അടുത്ത് 1000 കോയിൻ അയച്ചിട്ടുണ്ട്. അവരെ 2നെയും പൊക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ച് ലൂട്ടൊക്കെ ഇവിടെയാണ് എനിമി ഇല്ലാതെ തോന്നുന്നത്. ഇപ്പോഴാണ് ഗൈസ് ഇവിടെ വെറുതെ ആവശ്യമില്ലാത്തൊരു AWM എടുക്കണ പോലെ. എന്നാൽ എന്താല്ല ഇപ്പോൾ പ്ലേസിനൊന്നും AWM ഒന്നും വേണ്ട. AWM നിരത്തി എടുക്കുന്നത്. ഞാൻ ആ ടീംമേറ്റ്സിനോട് പറയണേ അല്ല MP40 കാണുകയാണെങ്കിൽ പറയാമെന്നേ. അപ്പോൾ ഇതിനെ ഇവിടെ വെടി കിട്ടണ പിന്നെ എവിടുന്ന വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ സൂപ്പർമെൻറ്റും AWMന് ബുള്ളറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് നോക്കി. ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിമി ഉണ്ടെന്ന് പറഞ്ഞേ. എനിമി ഒന്നുമില്ല, വെറുതെ പറയുന്നതാണ്. അപ്പോഴത്തേന് അരീബ്രോ AWM തരുമോ ചോദിച്ചു. AWM കൊടുക്കാൻ ചെറിയൊരു മടിയുണ്ടേനി. പക്ഷെ എന്നാലും AWM നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവൻ വരാ പറഞ്ഞേ. ആർക്കാ ചോദിച്ചപ്പം അരീബ്രോ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് AWM കൊടുത്തിട്ടുണ്ട്. AWM അതിൻ്റെ ബുള്ളറ്റ് 20 കൊടുത്തിട്ടുണ്ട്. അപ്പം വേറെ സ്നൈപ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്നൈപ്പർ ബുള്ളറ്റില്ലാത്ത സ്നൈപ്പർ എനിക്ക് എന്തിനാണാവോ. അപ്പോൾ ഞാനും അവിടെ കണ്ടൊരു 74. അപ്പോൾ തന്നെ സുഹൃത്ത് നമ്മളെ അടിച്ചിട്ടുണ്ട്. നമ്മളെ ജസ്റ്റ് ഒന്ന് മാടി വിളിക്കുന്നുണ്ട്. ഇനി അടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ ഓനാണ് അപ്പോഴത്തേന് സാൻഡിനൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് സാൻഡിനെ മൂഞ്ചിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടെ മെല്ലെ കയറിയാണ്ട് കുത്തിപ്പിടിച്ച് വിചാരിച്ചു. കുത്തിപ്പിടിച്ച് നല്ല രീതിയിൽ ഡാം കൊടുത്തപ്പോൾ ടീംമേറ്റ്സ് കില്ലാണ്ട് കുമ്മി. ഇപ്പോൾ കേസ് നിങ്ങൾ പറ ഈ കളി ഞാൻ എത്ര അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഏകദേശം. അപ്പോഴത്തേന് ഞാൻ ഒറിസോണൽ ചോദിച്ചു. ആ ഒറിസോണൽ ഒരുത്തൻ കുമ്മി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കില്ലും കുമ്മി ഒറിസോണലും കൊണ്ടുപോയി. ഇപ്പം ചാവുകയാണെങ്കിൽ നല്ല രീതിയിൽ മൈനസും കിട്ടും. ആകെ 1 കില്ല് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേന് അടിയിൽ നിന്നൊക്കെ അടിപൊളി ശബ്ദമൊക്കെ. മരത്തിൻ്റെ ബാക്കിൽ എനിമി ഉണ്ട്. വല്ല സാൻഡിനി ആണെങ്കിലും അവിടെ പോയാണ്ട് അവനെ തീർക്കായിരുന്നു. പിന്നെ മെല്ലെ ഗ്ലൂ ഇട്ട് പോയി കൊല്ലാൻ വിചാരിച്ചു. അപ്പോഴത്തേന് നമ്മളെ ഏജ പോകുന്നുണ്ട്. ഏജ എന്നെ എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വെറുതെ പോയി ഇതാവണ്ട. അപ്പോഴത്തേന് ഞാൻ അതിൻ്റെ തലയെ കൂടെ കയറി. അപ്പോഴത്തേന് ഏജ ആ കില്ലുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ അടിച്ച് കൊന്നിട്ടുണ്ട് അതിൻ്റെ ഇതുകൊണ്ട് ഞാൻ പാൻ കൊണ്ട് അടിച്ച് കൊന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ A94-നെയാണ് നല്ലത് തോന്നുന്നത്. AK പിന്നെ ഒരു സുഖമാണ്. AKൻ്റെ ശബ്ദവും
ആണെങ്കിൽ ഫോറിനേക്കാളൊരു സുഖമാണ്. ഞാൻ പിന്നെ MH എടുക്കാമെന്ന് കരുതിയിരുന്നു, പിന്നെ വേണ്ടാന്ന് കരുതി. ഇനി പോയിക്കാണ്ട് എനിക്കാണെങ്കിൽ ആകെ ഒരു കില്ലുള്ളൂ. ഇപ്പം ഏകദേശം 13-23 അലീവ് എങ്ങാനും ഉള്ളൂ. ഇനി പോയിട്ട് കുറച്ച് കോയിൻ കളക്ട് ചെയ്യണം. അവന്മാർ ചത്താകാം. അപ്പോൾ അതിന് സരിബ്രോ നോക്കായിട്ടുണ്ട്. ഞാൻ അവനോട് വേഗം ചാവാൻ പറഞ്ഞു. അവൻ വേഗം ചത്തിട്ടുണ്ട്. വേഗം പൊക്കി വിടാനായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ എനിമീനെ നോക്കാത്തതിന് ആദ്യം അവനെ പൊക്കിയിട്ടുണ്ട്. ഇപ്പം റിവൈവലിന് എന്തായാലും 2-3 പ്ലസ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഈ ഏജ് പോയി അവനെ അടിച്ചിട്ടുണ്ട്. ഇമോട്ട് ഇട്ട് പട്ടിച്ച കാണിക്കുന്നടാ. അവനെന്താ ക്രിമിനൽ എങ്ങനെയാണ് തോന്നുന്നത്. അവൻ ക്രിമിനലായിരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ടീംമേറ്റ്സ് സൈഡിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അവൻ്റെ ഇവിടെയാണെങ്കിൽ നല്ല രീതിയിൽ എനിമി വെടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി പോയി അവന്മാരെ അടിക്കാൻ കരുതി. അപ്പോൾ അവിടെ ഒരുത്തൻ അനങ്ങാൻ നിൽക്കുന്നുണ്ട്. അവനടിക്കുക. അപ്പോഴത്തേന് നമ്മൾ ടീംമേറ്റ്സ് ആ കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതൊക്കെ എടുത്ത് കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് പോയി കണ്ട് അവന്മാരെ അടിക്കാൻ കരുതി. എൻ്റെ അടുത്താണ് ആകെയുള്ള ഒരു പീണിൻ്റെ ആക്കിയാണ്. AW ഇല്ലല്ലോ, ലോങ് നടക്കുക. അപ്പോൾ അതിന് അടിയിൽ നിന്ന് ഒരുത്ത് അടിക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ഡാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ ഞാൻ നല്ല റഷ് ചെയ്ത് പോയി അടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മെല്ലെ പോയി റഷ് ചെയ്തു. പിന്നെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. ബട്ട് ഗൈസ് ന്യൂബായിരുന്നു അവനക്ക് നല്ല രീതിയിൽ ഡാം കൊടുത്ത് 143 കൊടുത്ത് നല്ല രീതിയിൽ കുത്തി പിടിച്ച് ഡാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കാര്യമില്ലാണ്ടായിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മളെ ഹരിബ്രോ നമ്മളെ പൊക്കിയിട്ടുണ്ട്. അവനെ അടിയിൽ നിന്നാണ് എനിമി സ്കോപ്പ് ഉണ്ട്. ഞാനാണെങ്കിൽ 2 സൂപ്പർമാർട്ട് ഉണ്ടായിരുന്നു. ഒരു സൂപ്പർമാർട്ട് അടിച്ചിട്ട് വരുത്തി. അപ്പോൾ തന്നെ നമ്മളെ വേറെ സബ്സ്ക്രൈബേഴ്സൊക്കെ സ്പെക്കിന് നിൽക്കുന്നുണ്ട്. TL സമ്മാസോ സ്പെക്കിന് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എനിമീസ് മുഴുവൻ എനിമിയുണ്ട്. ഞങ്ങളെ സ്കോഡാണെങ്കിൽ ഒരുമിച്ചാണ് കളിക്കണം. ഞങ്ങൾ 4 ആൾ ഒരുമിച്ചാണ് കളിക്കുന്നത്. അവന്മാരാരെയും നോക്കിയാൽ വേഗം പോയി പൊക്കാൻ നിൽക്കുന്നുണ്ട്. ആദ്യം ഈ കളി തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ചത്ത അപ്പം തന്നെ പൊക്കി വിടണമെന്നേ. എനിക്കാണെങ്കിൽ റിവൈവലിന് തന്നെ ഏകദേശം കുറേ കിട്ടിയിട്ടുണ്ടാവും, പ്ലസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതണേ. ഇനി ഈ കളി എങ്ങാനും ഇപ്പോൾ പെട്ടിയായി ഗരീനെങ്ങാനും ഒരുപാട് മൈനസ് എന്നാൽ മൂഞ്ചും. ഹീറോയ്ക്ക് ലോബിയാണ് പെട്ടെന്ന് മൈനസ് കൂട്ടി 2-3 കില്ല് എടുക്കണം. അപ്പോൾ അതിന് എനിമീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഈ ഡ്രോപ്പ് വെയിറ്റ് ചെയ്യായിരുന്നു. വരൂലെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മളെ ചെക്കന് നല്ല രീതിയിൽ ഡാം ഇട്ടിട്ടുണ്ട്. ഞാനാണ് അവനക്ക് അത് കൊടുത്തു. അത് സാധനം ഉണ്ടല്ലോ, ഞാൻ ആ ക്യാരക്ടറിൻ്റെ ആ പവർ എടുത്തിട്ട് അവനെ ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ആ ലൂട്ട് എടുക്കാൻ വിചാരിച്ച് പോയതിന്. അപ്പോൾ അതിനവിടെ എനിമീനെ കണ്ട പോലെ അവിടെ ഗ്ലൂവോളുള്ളൂ. അവിടെ എനിമില്ല. അപ്പോഴാണ് പിന്നെ എനിമീനെ കണ്ടത്. ഞാനാണ് കുത്തി പിടിക്കാൻ നോക്കി. അപ്പോൾ തന്നെ ടീംമേറ്റ്സാണ് കൊന്ന്. ഞാനാണ് മറ്റേ ഇതൊക്കെ എടുത്ത് പോകുമ്പോഴത്തേന് അവിടെ എനിമില്ലായിരുന്നു പോവായിരുന്നു. പിന്നെ മനസ്സിലായത് അവിടെ എനിമി ഉണ്ടായിരുന്നു. ടീംമേറ്റ്സ് കുത്തിയിടുമ്പോൾ അവനെ പൊക്കിയിട്ടുണ്ട്. അവൻ്റെ ടീംമേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുത്തി പിടിച്ചൊരു നോക്കിട്ടു. അപ്പോൾ തന്നെ അവൻ്റെ ടീംമേറ്റ് ഓടിയിട്ടുണ്ട് മോൺസ്റ്റർ ട്രക്കൊക്കെ എടുത്തിട്ട്. ഞാനാണ് അവൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വെറുതെ വൈത്തല്ല വിടണ്ടാവും. എങ്ങാനും ചത്താ പിന്നെ പൊക്കാൻ ആളുണ്ടാവില്ല. സോണൊക്കെ ചുരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരുത്തൻ നമ്മളെ നല്ല രീതിയിൽ ഡാം വരുന്നുണ്ട്. നമ്മളെ ടീംമേറ്റ്സിന് അടിച്ചിട്ട് ഞാനാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെ ടീംമേറ്റ് ഏജ് ചത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ആൾ ചത്തിട്ടുണ്ട്. പിന്നെ ടീംമേറ്റ് ബാക്ക് അടിച്ചാലും നല്ല പ്രശ്നമാണ്. പിന്നെ ഇതന്നെ പോവും, ഒരു സുഖം കിട്ടില്ല. അവന്മാർ പിന്നെ പൊക്കിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം എന്താ വെച്ചാൽ നമ്മൾ പൊക്കും, പക്ഷേ ടീംമേറ്റ്സ് അപ്പോൾ ബാക്ക് അടിച്ച് കാണും. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ പൊക്കും. അങ്ങനെ അങ്ങ് ഭ്രാന്ത് പിടിക്കും. നല്ല പ്ലേസ് ഉണ്ടാകുമ്പോൾ അവൻ നല്ല രീതിയിൽ കളിക്കുമെന്ന് വിചാരിച്ച് പൊക്കുമ്പോൾ അവൻ ബാക്ക് അടിച്ച് കാണും. അപ്പോൾ ഞാൻ ജീപ്പ് എടുത്ത് പോയി അവന്മാരെ പൊക്കരുതിയപ്പോഴത്തേന് ഒരുത്തനാണ് അവിടെ. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ലായിരുന്നു. ഞാൻ സോണിൻ്റെ പുറത്ത് പോയി അവന്മാരെ പൊക്കായിരുതി. ഈ അടുത്ത് തന്നെയാണ് ഇത്തിരി കൂടി പോകാനുണ്ട്. ഞാൻ പിന്നെ മെല്ലെ വണ്ടി എടുത്ത് പോകാൻ വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. അതാ റിവൈവ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അവന്മാരാണ് എനിക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. പൊക്കാൻ കഴിയും, എന്നെ കൊണ്ട് കഴിയും, കണ്ടു പോയി. അപ്പോൾ ഒരു മറ്റവനെ നോക്ക് അയച്ചിട്ടുണ്ട്. ഈ ആകെ 3 പേരും ചത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല സോളാർ റിവൈവലും എടുത്താലോന്ന്. പിന്നെ അതിനേക്കാളും നല്ല ഇത് തന്നെയാണ് എഴുതി. എൻ്റെ അടുത്ത് കോയിനും ഉണ്ട്. അങ്ങനെ 2 ആളെ പൊക്കിയിട്ടുണ്ടായിരുന്നു. 3 ആളെ പൊക്കിയിട്ടുണ്ടായിരുന്നു. 3 ആളെ 2 ആളെ പൊക്കി. 3-മത്തവനിക്ക് നെറ്റിലാണ് പോയി. അപ്പോൾ ഏതോ ഒരുത്തൻ ബാക്ക് അടിച്ചു. 3-മത്തവന് നെറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഏതോ ഒരുത്തൻ അപ്പോൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റ്സിലൊരുത്തൻ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഹരിബ്രോ കുഴപ്പമില്ല. AJ ബ്രോക്ക് നെറ്റുണ്ട്. മറ്റവനുണ്ടല്ലോ അവന് നെറ്റില്ല.
അപ്പോഴത്തേന് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഫാനൊക്കെ ആരായി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ദിമിത്രി ഇടായിരുന്നു. അപ്പോഴത്തേന് നമ്മൾ ഫിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റവനാണ് നെറ്റും പോയിട്ടുണ്ട്. എന്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ട്രിസിറ്റി നെറ്റ് പോയതാണോ അല്ല അവൻ ബാക്ക് അടിച്ചാണോ അറിയില്ല. പിന്നെ നെറ്റ് വന്ന് കരുതി, നെറ്റ് വന്ന് തോന്നുന്നത്. നെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓൻ പീണേൻ്റെ ഒക്കെ എടുത്ത് മണ്ടുന്നുണ്ട്. ബ്ലൂ ഇട്ട് ഓൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇലക്ട്രിക് പ്രോ നോക്കയച്ചിട്ടുണ്ട്. നമ്മൾ ഹരിബ്രോ ഉണ്ട്. ഹരിബ്രോയിൽ 1v4 സിറ്റുവേഷനാണ്. 1v4 സിറ്റുവേഷനാണ്. കഴിയുമെന്ന് അറിയില്ല. എന്നാലും ബ്രോ പറയണ്ടേ ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്യാം, കിട്ടും പോയാൽ പോയി എന്ന് അറിയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവൻ്റെ കളി കണ്ടു നോക്കാം. നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരുപാട് കില്ലും എടുത്തിട്ടുണ്ട്. 4-5 കില്ലും എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ്. ഓനാണെങ്കിൽ നല്ല ഇടയിൽ പോയി കില്ല് എടുക്കാൻ തോന്നുന്നു. ഞങ്ങളൊക്കെ അപ്പോഴേ പറഞ്ഞു വെറുതെ പോകണ്ട, അവന്മാരുടെ ഇടയിൽ ഇട്ട് ചാവും. അപ്പോൾ അതിന് സാൻഡിനോട്ട് അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അവന്മാരാണ് അവിടെ പൊരിഞ്ഞ ഫൈറ്റാണ്. വേറെ ഈ കളി ഞങ്ങൾ പോയി അടിച്ച സ്ട്രൈക്ക് ആവും. നേരത്തെ കളി എന്താ ഒരുപാട് കളി മൂഞ്ചിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്ക് 1 ആവും. ഇനി നമ്മൾ സ്ട്രൈക്കിന് കളിക്കാമെന്നാണ് കരുതുന്നത്. ഒരു സ്മൂഞ്ചറാണ്. അപ്പോഴത്തേനും ഒരുത്തനത് വന്നേ അവനെ നോക്കിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേനും മറ്റവനാണ് നല്ല രീതിയിൽ ഡാം കൊടുത്ത് 1 ടാപ്പ് ഫുൾ റെഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവന്മാർ ബുയി അടിച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് 2-ലെത്തിയിട്ടുണ്ട്. നമ്മൾ